ഇതൊരാശ്വാസം. കൊള്ളാം. നീ ഒളിച്ചടിക്കാണല്ലടാ. നീ വന്ന വിവരം നീ നിന്റെ പെങ്ങളടുത്ത് അറിയിച്ച് എൻ്റെ അടുത്ത് പറയില്ലെന്ന് പറഞ്ഞല്ലടാ. എടാ എനിക്ക് അതാണ് വിഷമം. അത് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് അങ്ങനെ സംഭവിച്ചു. ഞാൻ വഴിയെ പറഞ്ഞുതരാം. അറിയാം, വഴിയെ പറയുന്നല്ലേ. നീ ആളാകെ മാറിയല്ലേ. ഷൂസ്, ഷർട്ട്, പാൻറ്, ബെൽറ്റ്, ഷൂസ് ഒട്ടകത്തിൻ്റെ എടാ. നിന്നെ ഞാൻ നേരെ കാണിട്ട് കരഞ്ഞുകൊണ്ട് അകത്തിരിക്കുകയാണ് നിന്റെ ചാഷാറന്മാരും പിള്ളേരും നിന്റെ സഹോദരിയും. ഇപ്പൊ തന്നെ പോണാ പ്ലെയിൻ നോക്കണ്? ഇപ്പൊ തന്നെ കയറി പോണാ? നീ അത്യാവശ്യം ഉണ്ട്. എവിടെ അത്യാവശ്യം നിനക്ക്? ചില പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ പറയാം. നീ എനിക്കൊന്നും പറയണ്ട. നീ ഒന്ന് കേക്കട്ടാ. ഓടിയുടെ കുട്ടുമാമൻ. മക്കളെ കല്ലുമോളെ വല്യമാമൻ. നീ ഒന്ന് കഴിക്കല, കൊച്ചിനും ഒന്നും കൊടുക്കൂലേ? ഞാൻ കഴിക്കണൊക്കെ ഉണ്ട്. എന്താണ് ഇനി അത് മതി. എന്റെ ദൈവമേ, കരയല്ലേ? എത്ര കാലായി പോയിട്ട്. ഇനിയിപ്പൊ കരച്ചിലായി പിടിച്ചില്ലായി. എന്താണ് മുടിയൊക്കെ വളർത്തിയിട്ടിരിക്കുന്നേ? സ്റ്റൈല് കിട്ടാൻ സ്റ്റൈല് വെട്ടി കളഞ്ഞത്. നീ വിടണം കേട്ടോ. നീ ഒരുപാട് മുടി വളർന്നു. മൊത്തത്തിലങ്ങ് മാറിപ്പോയല്ലോ, സ്റ്റൈലായി. ഒട്ടകത്തിന് ഷൂ ആണ്. ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതെ. നിങ്ങളുടെ ഈ കുടുംബ സംഗമമൊക്കെ കഴിഞ്ഞെങ്കിലേ ഞങ്ങളുടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. നീ കുറെ പരിപാടി നടത്തി, നമ്മളെ കല്യാണം നടത്തി. ഓ, അതിനെ അറിഞ്ഞ്. അല്ല എന്നാ പിന്നെ എങ്ങനെ തുടങ്ങാം. അവിടെ പോയി മുങ്ങി കാട്ടുകള പെരുകള അവൻ വന്നപ്പോഴേ വിചാരിച്ചാൻ പോകുന്നു. അല്ല അയ്യോ, ഞാൻ കുട്ടുമോന്റെ കാശ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണ് ഈ ബാൻഡിനൊക്കെ സെറ്റ് ചെയ്തത്. തന്നെ നീ കുട്ടമ്പിള്ളേരുടെ കാശ് വാങ്ങിച്ചു കൊടുത്തായടാ. കുട്ടുവാൻ പോയി ഒട്ടകത്തിന്റെ പാൽ കുടിക്കാൻ വേണ്ടി കുട്ടുവാൻ ഒട്ടകത്തിന്റെ പുറത്തേക്ക് പോയി. കള്ളായി അവന്റെ ഷർട്ട് ജീൻസ് പാന്റ് അവന്റെ ഒട്ടകത്തിന്റെ ഷൂ പിടിക്കാം.
ഞാനിവിടെ മൃഗസംരക്ഷണ വകുപ്പിൽ കംപ്ലൈന്റ് ചെയ്യും. ഒട്ടകത്തിന്റെ തോല് കൊണ്ടാണ് അവൻ ഷൂ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ആനിമൽ പ്രൊട്ടക്ഷനിൽ കംപ്ലൈന്റ് ചെയ്ത് അവൻ അറസ്റ്റ് ചെയ്തു. കുട്ടമ്പലം അവൻ അറസ്റ്റ് ചെയ്തു. വൃത്തിയിട്ടവൻ എന്തി പറ എന്നാ എന്റെ അടുത്ത് കളിക്കാനുണ്ടത്. നിന്റെ അച്ഛന് പ്രാന്താ പിടിച്ചു. അപ്പൊ അതിന് കാശ് കൊടുത്തേക്ക്. അമ്മ കൊച്ചിനെ കൊണ്ടുവന്നേ. അതും അതിന്റെ തലയെ കൊണ്ട് വെച്ചാ. Development program on code and implementation and building and engineering construction. ഒന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ പണി നോക്കണം. പില്ലർ ലെങ്ത് 2.5 മീറ്റർ. എന്തെങ്കിലും കുത്തിക്കുറിച്ച് തരും. എൻ്റെ ഫൈനൽ ടച്ച് ഞാൻ ചെയ്യണം. എന്താ എടാ ഇപ്പം പുതിയതായിട്ട് വർക്ക് ഏറ്റു തുടങ്ങിയ ശേഷമേ എഞ്ചിനീയർമാർ കള്ളം പഠിച്ചു തുടങ്ങി. എല്ലാം കൂടെ എൻ്റെ കയ്യിൽ തരും. പ്ലാൻ വരയ്ക്കാനും മറ്റേ ഓ വീടിന്റെ ഇടയിൽ അല്ല ഇത് ഇതിപ്പുറത്ത് വെച്ചേക്കണം. ഇപ്പുറത്ത് വെച്ചേക്കണം കക്കൂസ്. എന്നാ പിന്നെ അച്ഛന്റെ പണി നടക്കട്ടെ. ഞാൻ അവിടെ ഇന്നാലും അവൻ കാണിച്ചതേ കുട്ടുവാമേ വന്നിട്ട് വലിഞ്ഞളഞ്ഞല്. അതാണ് അത് സത്യം പറഞ്ഞാൽ പോണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ നാണക്കെട്ടാവണം. ശരിയാണ്, വിളിക്കാൻ വേണ്ടി പോണ്ടായിരുന്നു. ഞാനത് ആലോചിച്ച്. അല്ല അച്ഛാ, കുട്ടുമാമ നമ്മളെ വിളിച്ചല്ലേ, വിളിച്ചിട്ട് പറഞ്ഞ് മാമൻ വരുന്ന കാര്യം വേറെ ആരുടെടുത്തും പറയണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് പടവലത്ത് വിളിച്ച് പറയുകയേ ചെയ്യരുതെന്ന്. നമ്മൾ വിളിക്കാൻ ചെന്നപ്പോ മാമൻ നമ്മുടെ കൂടെ വന്നില്ല, പടവലത്തോട്ടും പോയില്ല. കാര്യമൊക്കെ മനസ്സിലായി. അവൻ കാർക്ക് വേണ്ടി കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു കാണും. നമുക്കൊന്നും തരണ്ടല്ലേ, എന്റെ കൂട്ടുകാരന്മാരുണ്ടല്ലേ, അല്ലെങ്കിൽ കുറെ കൊണ്ട് പടവലത്ത് ഇറങ്ങിക്കാണും. ഉറപ്പ് സാധനം മൊത്തം കൊണ്ട് അവിടെ തട്ടിക്കാണും. ഇങ്ങനെ കുറെ എണ്ണുണ്ട് ഗൾഫിൽ നിന്ന് വന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി. അപ്പൊ പിന്നെ ബന്ധുക്കൾക്ക് പോലും കാണാൻ സമ്മതിക്കാതെ അവനൊക്കെ കാറും കൊണ്ടൊന്ന് അടിച്ചു പോയി. ശേ എന്നാലും നിന്റെ കുട്ടുവാന സമ്മതിക്കണോടാ. അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ, അച്ഛനെ കിട്ടാനുള്ള കിട്ടും. ഓടാ ഗൾഫ് സാധനം അച്ഛൻ എത്ര കണ്ടത്. കല്ലുമോക്ക് അപ്പൂപ്പനെ കാണണം. അപ്പൂപ്പന്റെ പൊന്നുമക്കളല്ലേ? അല്ല പിടി മക്കളെ, മക്കളെ പിടി. അല്ല നീ എന്തിനാ ഏത് സമയം എന്റെ കൈ കൊണ്ടുവരണത്? അല്ല കല്ലൂരി 24 മണിക്കൂർ എടുത്തോണ്ടിരിക്കാനുള്ള ആവത് എനിക്കില്ലല്ലോ. അവതില്ലെങ്കിൽ അച്ഛനൊരു കാര്യം പറയാം. നേരെ ദുബായിലോട്ട് വിളിക്കണം. അതിന് നിന്റെ ഭർത്താവിന് നീ വരാൻ പറഞ്ഞ അവനെ കൊച്ചി നേപ്പിക്കണം. അവൻ എടുത്തോണ്ട് നടക്കട്ടെ. ഇത് നീ തിരിച്ച് ദുബായി പറ്റും. അല്ല കല്ലുമോക്ക് അമ്മൂമ്മയുടെ അടുത്ത് പോണോ? ദേ അമ്മൂമ്മ ഇവിടെ, അമ്മമ്മ ഇവിടെ. മക്കള് നമുക്ക് നടക്കാം. കൊച്ചിനെ നടത്തിയ ലച്ചു അത് എടുക്കെടുക്കെന്ന് പറയണ്ടല്ലേ. ദേ കണ്ട നടത്തിക്ക് കൊച്ചിനാ. നീ എപ്പോഴും പണി കഴിയാണ്ടിരിക്കാനുള്ള കൊച്ചിനെ ഒക്കെ വെച്ച് നടക്കണത്. അത് നടക്കട്ടെ, നടന്നു പഠിക്കട്ടെ. വളരെ കൊച്ചിന് നടക്കണ്ടേ, അത് നടന്നു പഠിക്കട്ടെ. കാലുറക്കണ്ടേ? നടക്കുവോ? ചേടാ എന്നല്ല ആ ചെറുക്കനത് എവിടെ പോയെന്നാണ് ഞാൻ. ശ്രീകുട്ടനെ, എന്റെ അമ്മാവൻ. അല്ല എന്റെ അമ്മാവൻ. അതൊക്കെ ഞാൻ മറന്ന് ശ്രീകുട്ടായി. അല്ല അവന് എയർപോർട്ടിൽ നിന്ന് എങ്ങടാ പോയത്? എന്തായാലും എന്നെ വിളിക്കും കുട്ടുമാമൻ. കുട്ടുമാമൻ നാട്ടിൽ വന്നതിന് എന്നെ വിളിക്കാതിരിക്കാൻ പറ്റൂല. പിന്നെ എന്താ എന്ത് കഷ്ടമാണല്ലേ ബാലു, അവൻ വന്നില്ലല്ലോ. എന്നാലും ആ വരാതെ നല്ലത്. ശല്യം ശല്യോ നല്ലതാ. ഓഹോ ലച്ചു വാ വാ അങ്ങട് അടുക്കളയിലേക്ക് വാ. ഞാൻ എന്റെ കൊച്ചിനൊന്ന് കഴിക്കാൻ കൊടുക്കട്ടെ, വരാം. വന്നില്ലല്ലോ കുട്ടു. ആര് കുട്ടു നിന്റെ അനി ഇങ്ങോട്ട് വന്നില്ലല്ലോ. ആ വോട്ട് ശല്യം. ശല്യോ? ആ പിന്നെ അല്ല കയ്യിൽ പെട്ടിയൊക്കെ ഉണ്ടാ? പെട്ടിയിലെങ്കിൽ വേണ്ട, അങ്ങനെ പോകാൻ പറ. പോവാനും വായോട് അങ്ങോട്ട് കുട്ടുമാമൻ
ശ്രീകുട്ടായി കൂടെ ഒരു പെണ്ണ്. ഏത് പെണ്ണ്? ഏ? ഡേയ്, എയർപോർട്ടിൽ വെച്ച് നീ എന്നെ കണ്ട? കള്ളം പറയല്ലേ, കണ്ടിട്ട് നീ എന്തിനു മുങ്ങിയത്? ഗൾഫിലെ സാധനങ്ങളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടാ. അതൊക്കെ മുക്കിയ അതൊക്കെ പോട്ട്. ഇതാര്? കൂട്ടുകാരൻ്റെ പെങ്ങള്. കൂട്ടുകാരുടെ പെങ്ങളാ? കാര്യമില്ലേ? പേര് ആ ഗൗരി. ഗൗരി. ഒരു കൂട്ടുകാരെ എവിടെ? ഈ ഗൾഫുകാരന്മാരെ ഒറ്റ കുഴപ്പം ഇതാണ്. ഏതെങ്കിലും വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ പോകും, അയ്യോ ഞാൻ ഒന്നും എടുത്തില്ല, അതൊന്നും ഇതുവരെ ഒന്നുമില്ല, എല്ലാം ഗൾഫിൽ കൊണ്ടുവരക്കാൻ മുക്കി വെച്ചിട്ട് ആപ്പളം മുന്തിരിങ്ങാല വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. എടാ ഇവിടെ ഈ വഴിയൊന്നും അവർ പിടികിട്ടൂല, തെറ്റിപ്പോവും. ഞാൻ കാര്യം ചെയ്യാം, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നിങ്ങൾ അത് ഓക്കെ അത് ഞാൻ പറഞ്ഞു. എന്തടേ? അളേ, ഇതിന്റെ ഭാര്യ ഗൗരി. ശ്രീകുട്ടാ, ശ്രീകുട്ടാ, കുട്ടുവാമ കുട്ടുവാമ മാമ ഇതാടാ കിടന്ന അശരീരി പോലെ. കുട്ടുവാമ കളിക്കല്ലേ കാര്യം പറ. ആരിവരാരേ? പറഞ്ഞില്ല അളി എന്റെ ഭാര്യയാണെന്ന്. ഇത് വഴി കിടക്കണ ആരെങ്കിലും വിളിച്ചോണ്ട് വന്നിട്ട് ഇത് നീക്ക് നോക്കില്ലേടേ? ഇതൊരു വ്യവസ്ഥയില്ലേടേ? ഞാൻ അറിയണ്ടേ, ഞങ്ങൾ അറിയണ്ടേ? ചേച്ചി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതാണ്. ഞാൻ വീട്ടുകാരുടെ അടുത്തും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്, തെറ്റല്ല എന്ന് വെച്ചാൽ തെറ്റല്ല. എന്നാ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇത് തെറ്റാണോ? തെറ്റല്ല. അളി എന്താന്നല്ലേ തമാശ കളിക്കുന്നത്? നീ വന്ന നേരം കൊണ്ട് ഇങ്ങോട്ടാണ് തമാശ പറയണത്. കൂട്ടുകാരൻ്റെ ഭാര്യ കൂട്ടുകാരൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പം അങ്ങോട്ട് തമാശ പറയണതാടാ. ചേച്ചി അല്ലേ ചേച്ചി? പോയി എന്തോന്ന്? എവിടെയെങ്കിലും വഴി കിടന്ന ആരെങ്കിലും ഇവിടെ വരുമ്പോൾ കയറി അങ്ങ് പിടിച്ചങ്ങ് സ്നേഹിക്കോ ആവത്ത് കയറി എല്ലാം കൂടെ. സോറി അല്ലേ, ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഞാൻ ഇവിടെ വിളിച്ചോണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് വേറെ ആര് തള്ളി പറഞ്ഞിരുന്നാലും അളി എന്നെ പട്ടുപരവതാനം വിരിച്ച് സ്വീകരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ശരി, ഇയാളെ നിന്നോടോ കരയണേ? സാരമല്ല, ബാ. പിള്ളേർ വിളിക്കുന്ന കേട്ടില്ലേ? മാമാന്ന് വന്നു കയറിപ്പോ. അതൊക്കെ അറിയാലേ, ആരെ സെന്റ് വിളിച്ചിട്ടുണ്ടാലും അറിഞ്ഞോടൊരു മണ്ടനാണ് ഞാൻ. നിനക്ക് എന്ത് പറ്റണം ശ്രീകുട്ടാ? നീ ആ കൊച്ചിനെ വിളിച്ചോണ്ട് അകത്തോട്ട് പോ. ചേച്ചി നിക്കേ, എന്താ പറഞ്ഞു? ചേച്ചിയല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കണം. നിന്റെ അളിയനായി ഞാനാണ്. ചേച്ചിയെ പേടിപ്പിടിക്കുന്ന കാര്യമൊന്നുമില്ല കേട്ടാ. കുപ്പിയിലുണ്ടെങ്കിൽ പൊട്ടും കേട്ടാ. കുപ്പിയിലുണ്ടെങ്കിൽ പൊട്ടു എടുത്തോളൂ. കുഞ്ഞിനെ എന്താ അമ്മായി കൊണ്ടുവരാ? ഞാൻ അവൻ വീട്ടിലാടാ, അമ്മയുടെ അടുത്തൊന്നും വന്നില്ല. എന്താ പേരിട്ടെ? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ കൊള്ളാല്ലേ. വീട്ടില് നമുക്ക് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കാം. നമുക്ക് ഷോർട്ടായിട്ട് കൃഷ്ണ വിളിച്ചൂടെ? എന്റെ കൃഷ്ണ, ശ്രീകൃഷ്ണ, ശ്രീ പടവലത്ത് ഇക്കാര്യമൊക്കെ അറിയിച്ച? സാഹചര്യം അങ്ങനെ ആയിപ്പോ അളിയാ. ഇവിടത്തെ സാഹചര്യം അതിനേക്കാൾ മോശമാണ്. എന്നാലും എന്റെ കുട്ടുമാമ ഇതൊന്നും എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പോലും പറ്റുള്ള. ആ പറഞ്ഞല്ലേ, ഇത് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് കണ്ട് പരിചയപ്പെട്ടത്? ഗൾഫിൽ വെച്ചടാ. അമ്മായി ഗൾഫിൽ എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ നഴ്സായിരുന്നു. അപ്പൊ നീ അസുഖമായിട്ട് കൊച്ചിനെ കാണാൻ പോയി, അങ്ങനെ നിങ്ങൾ തമ്മിൽ ഇട്ടായി. അങ്ങനെ
പറയാം. എങ്ങനെ പറയാം പക്ഷേ വീട്ടിലെങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചാ? ഓ അറിയാം. ഇപ്പം ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പം പിന്നെ വലിയ പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് പരിഹരിക്കൂല. പ്രശ്നമാണ് ഇവിടെ. ചേച്ചി അമ്മ അടുക്കള കാണും, ഞാൻ വിളിച്ചോണ്ടേ. എന്നാലും എൻ്റെ കൊച്ചേ നിനക്ക് എന്തിൻ്റെ ആവശ്യമാണ് ഇതൊക്കെ? എന്തല്ലേ അങ്ങനെ പറഞ്ഞു? വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അച്ഛാ അതുകൊണ്ട് അമ്മ എവിടെ കിടന്ന് കരയാണ്. ഇത് കുട്ടമ്പളെ ചത്തോയാ? അവളെ കെട്ടിയ ചത്തോയാ? അച്ഛാ അതിപ്പോ കുട്ടുമാമൻ പെട്ടെന്ന് അമ്മായിയായിട്ട് വരുമ്പോ അമ്മ ഷോക്കായി കാണും. അമ്മയ്ക്ക് മാത്രമേ ഷോക്കുള്ള, നമുക്കൊന്നും ഷോക്കില്ല ഇവിടെ. കുട്ടുമാമ ഒരു കാര്യം ചെയ്യ്, കുട്ടുമാമൻ നൈസായിട്ട് അമ്മയടുത്തൊന്ന് സംസാരിക്കുക, അപ്പൊ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അച്ഛാ അച്ഛനോട് കൊണ്ടല്ലേ. എടാ എന്നിട്ടാണ് എല്ലാം കൂടെ എൻ്റെ വിടലിക്കകത്ത് വച്ചേരാൻ. എന്തല്ലേ പിന്നെ എങ്ങനെ പറയണത്? നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളെന്ന് അറിഞ്ഞൂടെ? എന്ത് വന്നാലും അവസാനം എൻ്റെ തലയിൽ തന്നെ. നീ ഒരു കാര്യം ഇവിടെ കിടന്ന കാര്യം അതിൻ്റെ ചാച്ചിയെ പോയി സമാധാനിപ്പിക്കുക ചെല്ലേ. നിങ്ങളാരെങ്കിലും കൂടെ? നോ നോ നോ, ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടേ കുട്ടുമാമൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യുന്നതാണ് നല്ലത്. ഞാനങ്ങല്ല, ഒറ്റയ്ക്കങ്ങ് പോയാൽ മതി. കൊച്ചി ഇതിൻ്റെ വല്ല കാര്യം എന്താട്ടാ അങ്ങനെ ചോദിച്ചാ? വെറുതെ യ്യോ. പ്രശ്നം നിനക്കാണ്. ചേച്ചി ചേച്ചി കൈ എടുക്കണം. ചേച്ചിക്ക് അറിയാലേ ചേച്ചി, ഞാൻ ഭാര്യയും കുട്ടികളൊന്നും ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച ഒരാളൊന്നുമല്ല. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗൗരിയെ കണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് താമസിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഒരുപാട് അടുത്തറിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുമിച്ചു. ഇതിലിപ്പോൾ എന്താണ് ചേച്ചി പ്രശ്നം? എല്ലാവരെയും കൂടെ അറിയിച്ച് കൊട്ടും കുറെ ആരവമായിട്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിയില്ലെന്നേ ഉള്ളൂ. തമ്മിൽ അടുത്തറിഞ്ഞ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് ജീവിക്കുന്നു. അതിലിപ്പോൾ കൊട്ടും കുറെ ആരവൊക്കെ എന്തിനാണ്? കൊള്ളാം, ഫിലോസഫിയൊക്കെ കൊള്ളാം. പക്ഷേ ഇത്തരം ഫിലോസഫി ഒന്നും മനസ്സിലാക്കാത്ത രണ്ടുപേര് പടവലത്ത് വീട്ടിലുണ്ടടാ, അച്ഛനും അമ്മയും. അവർക്ക് നിന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ കൊട്ടും കുരവേ ആരവൊക്കെ തന്നെയാ. ഫിലോസഫി പറയണം, അതൊക്കെ പോട്ടേന്ന് വെക്കാം. ഇത്രയും നാളായിട്ട് നിനക്ക് ഇതൊന്ന് വീട്ടിൽ അറിയിക്കാൻ തോന്നിയാ? അത് തന്നെ ഞാൻ എത്ര ആലോചിച്ചിട്ട് അതിനുള്ള ഉത്തരം കിട്ടുന്നില്ല. നീ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചായിരിക്കാം. ഇതടേ ആ കൊച്ചിനെ കണ്ടതും ഇഷ്ടപ്പെട്ടതും അവർക്കൊരു കുട്ടി ഉണ്ടായതും ഇതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം. ആള് വിളഞ്ഞവൻ തന്നെ കേട്ടാ. നീ അമുക്കനാണ്, അമുക്കൻ. നിന്റെ കൃഷിക്ക് എത്ര വയസ്സായി? 1, 2, 3, 4, 5, 6, 7 പറയുടെ കല്യാണം കഴിഞ്ഞ കൃഷി? ആ നിന്റെ മോളെ മോന ആര്? നിന്റെ കൊച്ച് അല്ല, എൻ്റെ നൂല് വെട്ടാൻ കഴിഞ്ഞാടെ. ഓ പറയാൻ പറയും, ഒരു ചടങ്ങൊന്നും ഇഷ്ടമല്ലല്ലേ. ഇവന് ആളും ആരോ കാണുമ്പോൾ ഇവിടെ ചൊറച്ചിന് വരും. ഒരു ആത്മബന്ധം മതിയില്ല, ആത്മബന്ധം. ഇവിടെ ബന്ധങ്ങൾ വേണം, ഇവിടെ ബന്ധങ്ങൾ വേണം. ആ ബന്ധത്തിന് രീതിയിൽ എടുത്ത് എണ്ണ ഒഴിക്കരുത്. നീ ബന്ധങ്ങൾ വേണം. അളിയല്ലേ ഇപ്പൊ എഴുതിയില്ല എണ്ണ വെച്ചത്? എടാ നീയാണ് ബന്ധങ്ങളെ തീരെ എണ്ണ ഒഴിക്കണം. നിങ്ങൾ കത്ര നീ ഒരു ഒറ്റവർത്തനായിട്ടാണ്. ബാലു എന്റെ കുലു അവ ഒരു പറഞ്ഞ് അതിന്റെ ഉട്രേഷൻ ഞാൻ പറഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞു, ഒരു മാറ്റം ഇല്ല. മാറ്റം ഇല്ലടാ. എടാ ഞാൻ പച്ചയായ മനുഷ്യനാണ്, പച്ചയായ മനുഷ്യൻ. അറിയാ, ഒരു കുടുംബത്തിനെ മൊത്തം കണ്ണീരിലാക്കിയിട്ട് അവൻ്റെ ഉള്ളവനെ സന്തോഷിക്കണം. സുഖഭോഗി എന്തൊക്കെ അളിയായി വിളിച്ച് പറയണത്? അടിയേക്കാൾ ഉപകാരം ചെയ്യും ശക്തമായ മലയാളം ഭാഷ. അത് എൻ്റെ നാവിൽ നിന്ന്. ഒന്ന് നിർത്തണ്ട രണ്ടുപേരും. നിങ്ങൾക്ക് രണ്ടുപേർക്കും തമാശയാണോ? ആര് തമാശ പറഞ്ഞു? അവര് പറഞ്ഞത് ഞാനാ? ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പറ. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യടാ. നിന്റെ ഇഷ്ടത്തിലല്ല നീ ഇപ്പൊ ഇത്ര നടന്ന് ചെയ്തോണ്ടിരുന്നത്. താൻ തോന്നി അളിയാ തന്നിഷ്ടക്കാരനെന്ന്. എന്തായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി അത് മാറ്റാൻ പറ്റില്ലല്ലോ. ഇനി വെച്ചോണ്ടിരിക്കാതെ അച്ഛനമ്മ അറിയിക്കാൻ നോക്ക് പെട്ടെന്ന്. ചേച്ചിയും കൂടെ പറഞ്ഞു. പിന്നെ ചേച്ചി കൂടെ വരണം. ചേച്ചി ഇപ്പൊ വരാം. ഫോൺ ചെയ്യാൻ പോലും ഞാൻ നിന്റെ കൂടെ വരത്തില്ലല്ലോ. പിന്നെയാണ് നീ ഒരു സഹോദരിയാണ്. സ്വന്തം സഹോദരിയടുത്ത് പ്രതീക്ഷയോടെ വന്നപ്പോ ആറ്റി പറയണ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, അളിയനും പെങ്ങളും പെണക്കൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് ചെല്ലേ. സ്വന്തം ഭർത്താവിന് ആപത്തിലോട്ട് തള്ളി വിടണേ നീ. ഞാൻ നിർത്ത്. എന്റെ പേരിൽ നിങ്ങൾ ഇനി വഴക്കുണ്ടാക്കണ്ട. ഓർമ്മിപ്പിച്ച നന്നായി. എന്റെ ശ്രീകുട്ട അന്നും ഇന്നും എന്നും
നീ കാരണമാണ് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവണം. ഇതെന്ന് അവസാനിപ്പിക്കും? ഒരു ഡേറ്റ് പറഞ്ഞു തരുമോ? തെറ്റിപ്പോയി നീ. ഡേറ്റ ഇറ്റ്സ് ഓക്കെ ശ്രീകുട്ട, നിന്റെ ചേച്ചി എല്ലാം സെറ്റാക്കി തരും അല്ലേ? അല്ല അങ്ങനല്ല, നീ ചെയ്തത് തെറ്റാണ്. ഫുൾ തെറ്റല്ല, ഹാഫ് തെറ്റ്. അവൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടാ. നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കണ വിവരമല്ല കൊണ്ടാ അതാ പൊടി പോയാ. അത് ഒന്നാമത് എന്റെ ടെമ്പർ തെറ്റിയിരിക്കുക. കൂടുതൽ വർത്തമാനം പറയാൻ പറ്റില്ലേട്ടാ ഇങ്ങോട്ട്. കുട്ടുമാമനും അമ്മായും കൂടെ പോകാൻ പോണെന്ന്. അയ്യോ കളിച്ച് ചിരിച്ചു വന്ന പിള്ളേരാണ് അതാ കരഞ്ഞുകൊണ്ട് പോണു. നിൽക്കാതെ പോടി. നാളിനത്തേക്ക് ചെല്ലി അളിയൻ രണ്ട് ചെന്ന് കെട്ടിപ്പിടിച്ച് പാലും പഴവും ഒക്കെ കൊടുക്ക്. കുട്ടുമാമ ഒന്ന് പറഞ്ഞ കേക്കൊന്നും ആലോചിച്ചു. മാമ പോലെ മാമ പ്ലീസ്. മാമ എന്താ മാമ ഇത്? ലച്ചു കേശു പോയിട്ട് വരാട്ടോ. യാത്രയൊക്കെ പറഞ്ഞു മതി. കുട്ടുമാമ എന്താടാ മാമ എവിടെ പോണു? നിന്റെ മാമ നില്ലേ സമാനപ്പെട്. എന്തിനൊരു പരിഹാരമില്ലേ? ഒരു പരിഹാരമില്ല. അങ്ങോട്ട് മാറി, ഞാൻ പോട്ട്. ഒരു ഷോ കാണിക്കടാ. ഷോ കാണിക്കും. ഇതിനേക്കാളും ഞാൻ വീട്ടിൽ പോയാൽ മതിയായിരുന്നല്ല. ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ല. ആ ചെന്ന് കയറിക്കോട്. കാര്യങ്ങളൊക്കെ അറിയുമ്പോഴേ കുട്ടമ്പിള്ള കണ്ടൊന്നുള്ളതിന് പറ്റി വാഴ കൊള്ളിട്ട് മൂടും. അല്ല ആരാണ് ഈ കുട്ടമ്പിള്ള? കുട്ടപ്പിള്ള എന്റെ അച്ഛൻ. ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛനെ. ഇല്ലല്ലോ, ശ്രീ പറഞ്ഞിട്ടില്ലല്ലോ. ആഹാ അതുപോലും പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഭാര്യ എടുത്ത്? പാവം അവൻ അതിനൊക്കെ എവിടെയാ സമയം? അല്ലെങ്കിൽ തന്നെ ഈ അച്ഛനും എന്നൊക്കെ പറഞ്ഞ ആരാ? ഏതൊക്കെയോ സാഹചര്യത്തിൽ കുട്ടമ്പിള്ളയും ഭവാനി അമ്മയും അവന്റെ അച്ഛനും അമ്മയും ആയിപ്പോയി. നീ കുറെ നേരമായിട്ട് ചൊറിഞ്ഞോണ്ടിരിക്കണ്ടല്ലോ. ആടാ ചൊറിയും, ഇനിയും ചൊറിയും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുമിച്ച്. നീ ഈ മാന്യ അദ്ദേഹത്തെ സ്നേഹിച്ച് എന്നല്ലേ കെട്ടിയത്? അയ്യോ കുറെ അനുഭവിച്ചില്ല, അടിയും പിടിയും ചവിട്ടും കുത്തുമായിട്ട്. എടാ അന്ന് നീ ഇത്രേ ഉള്ളൂ, നീ പോലും എന്നെ കല്യാണം തുടങ്ങിയിട്ടില്ലടാ. പിന്നെ ഇല്ലേ അന്ന് നടന്ന അടി എന്നൊക്കെ പറഞ്ഞ അതാണ് അടി. സംഭവം അന്ന് അപ്പൂപ്പിനെ അമ്മൂമ്മയെ ഇവർ രണ്ടുപേരുടെയും കല്യാണം നടത്തി കൊടുത്തില്ലായിരുന്നെങ്കിൽ എവരോടെല്ലാം പോയി ജീവിച്ചാനെ. അമ്മ ആ സമയം അമ്മൂമ്മയുടെ ഫ്രണ്ടിൽ നിന്നിട്ടൊരൊറ്റ പറച്ചില്ല, ജീവിക്കുവാണെങ്കിൽ ഞാനും ബാലു ഒരുമിച്ചേ ജീവിക്കുള്ളൂ. അമ്മൂമ്മ പാവം ആ സമയം കുറെ കിടന്ന് കരയൊക്കെ ചെയ്ത്. അപ്പൂപ്പനാണെങ്കിൽ ഈ തൂമ്പ കാലി കൊണ്ട് മുറിഞ്ഞിട്ടേ ചാരുകശേരയിൽ മുകളിലോട്ട് നോക്കി ഇങ്ങനെ കിടക്കുക. പാവം. ആ സമയം ഇതെല്ലാം കണ്ടും കൊണ്ട് അവൻ തിണ്ണേന്ന് മുറിക്കൊണ്ടിരിക്കായിരുന്നു. അതുകൊണ്ട് അച്ഛാ ഈ പറഞ്ഞു പറഞ്ഞ് കേട്ട് പറ്റാ എല്ലാം കണ്ടതെല്ലാം കഴിഞ്ഞിരിക്കല്ലേ? ഇയാൾ പറഞ്ഞുണ്ടോ? മാമ മാമ പ്ലീസ് മാമ പോലെ മാമ. ചേട്ടാ ചേച്ചി പോയിട്ട് വരാം. ഇത് നാക്കില്ലേ? ഇല്ല നാക്കില്ല. നാക്ക് മാത്രല്ല കണ്ണും മൂക്കും ചെവിയും ഒന്നുമില്ല. എന്നാ എനിക്ക് ബന്ധമില്ല. നീ ആരാടാ പേടിപ്പിക്കണത്? പോണെങ്കി പോടാ. എനിക്ക് പോകാൻ പറഞ്ഞ കേട്ടാ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, പോണെങ്കി പോടാന്നാ പറഞ്ഞത്. നീ അതും പറയാൻ അപ്പുറം പറയാം. എനിക്കറിയാല്ല. എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന്. ഇവിടെ ചാടി ചൂണ്ടി വന്നിട്ട് ഓരോ വലിയ ആളായിട്ട് ഗമ കാണിച്ച് നടക്കായിരുന്നു മാന്യനായിട്ട്. എന്നിട്ട് ഇപ്പൊ എല്ലാം ഒപ്പിച്ചിട്ട് വന്നിരിക്കാം കള്ളൻ. കള്ളനാ? ആ കള്ളൻ തന്നെ. എന്നെ പെട്ടി എവിടെ? അവനകത്ത് തൂറ്റിട്ടേക്ക. പിന്നെ ഇങ്ങനെ നീ എന്നെ എന്തോന്ന് വിളിച്ച? കള്ളാന്നല്ലേ? ഓ കള്ളാൻ എന്ത് കുഴപ്പം? ഒന്നുകൂടെ വിളിയടി. ഇല്ല എനിക്ക് മനസ്സിലാ വിളിക്കേ. വിളി വിളി. അല്ലേ അല്ലേ നീ ഇത്ര വയലുണ്ടാവണെന്തിന്? നിന്നെ ആരും കള്ളാന്ന് വിളിക്കണം. ഞാൻ വിളിച്ചാ പോലെ കള്ള 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 കള്ള. മരുമകളെ. എന്തോ ഇത്? അയ്യ അത് നോക്കട്ടെ, ഈ വീട്ടിലെന്നും അടിയാ. വിടങ്ങോട്ട് വിട്. ആ വിട് വിട് അവനെ. എടാ ഇറക്ക, നീ എന്റെ അനിയനാണ്, ചേട്ടനല്ല കേട്ടാ. ഇവനെ കൊണ്ട് അകത്തോട്ട് എവിടെ പോണ്? ഇവനെ കൊണ്ട് പുറത്തോട്ട് പോ. വലിയ ഗൾഫാരെ വന്നിരിക്കുന്നത്. അയ്യോ വലിയ ഉദ്യോഗസ്ഥ വന്നേക്കണ്. സഹോദര സ്നേഹമില്ലാത്ത മൊത്തം വീഴുകാട്ട് പുറത്തേക്ക് വേണ്ട. പറയടാ ബാക്കി പറയടാ. നീ പൊടി അവിടെ. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ശ്രീകുട്ട പണ്ടോട്ടെ പറഞ്ഞ എടി പൊടി എന്ന് വിളിക്കരുതെന്ന്. പൊടി അവിടെ. അവനോസുണ്ടേ വെള്ളം മറ്റേ അവനോസുണ്ട്. ചേട്ടാ അത് ഞാനല്ല. സുരേനകത്തോ എന്റെ പൊന്നച്ച ഗൗരി. ഗൗരി അകത്തോ ആകപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നീ എന്തിനു പത്തേറുന്നു?
വല്ലാത്തൂടെ ഒരു കാര്യം പറയണേ. അളിയാ വാടാ. വാടാ. എവരിവിടെ വന്ന് വിവരം ആരും പടവലത്ത് വിളിച്ച് പറയരുത്. പറയോ? പറഞ്ഞവരെ കൊല്ലും. അതുകൊണ്ടാണ് പറയരുത്. പോ. അല്ലാത്ത കുടുംബം തന്നെ. എനിക്ക് ഒരു കാലത്ത് സ്വസ്ഥത. തുറന്നു വിടന്നെ. പറ.